ഹായ്. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ, ഒരു കുഞ്ഞ് വ്ളോഗാണ്. ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ ദിവസമായിട്ട് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. ഒരു മാസം 1.5 മാസമൊക്കെ ആയിട്ടുണ്ട് തിരക്ക് തുടങ്ങിയിട്ട്. അപ്പം ഞാനിപ്പോൾ നിൽക്കണത് കണ്ടാൽ അറിയാം, ഞാനിപ്പോൾ ഒരു സ്ഥലത്താണ് നിൽക്കണത്. അപ്പം നമ്മളിത് പുതിയത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാനത് കാണിച്ചൊക്കെ തരാം. ഇപ്പോൾ വാങ്ങിയിട്ടുള്ളൂ, രജിസ്ട്രേഷനൊന്നും കഴിഞ്ഞിട്ടില്ല, അഡ്വാൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ കാര്യങ്ങളൊക്കെ ഓരോന്ന് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ അതിൻ്റെ തിരക്കിലായ കാരണമാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ട് പോകുന്നുണ്ട്, കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ കുറച്ചൊക്കെ അഡ്വാൻസായിട്ട് എടുത്ത് വെച്ചിട്ടും അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിലൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഞാൻ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇട്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് പ്രശ്നമുള്ളത് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, യൂട്യൂബ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരുടെ വീഡിയോസൊക്കെ ഞാൻ സമയമുള്ളപ്പോൾ കാണാറുണ്ടായിരുന്നു. അപ്പോൾ കോലൊക്കെ ഒരു മാതിരിയായിട്ടാണ് നിൽക്കണേട്ടാ. ഞാനിപ്പോൾ 1.5 മാസമായിട്ട് ഈ പറമ്പിൽ തന്നെയാണ് കഴിഞ്ഞു പോണത്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ആകെ ഒരു ജാതിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഈ കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ചെറിയ വ്ളോഗായിട്ട് എടുക്കണത് കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോസൊന്നും എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീഡിയോസൊന്നും എനിക്ക് കാണാൻ സമയം കിട്ടാറില്ല സത്യത്തിൽ. അതാണ് കേട്ടോ കാര്യം. അപ്പോൾ എനിക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ട്. കാര്യം ഞാനും സുനിലേട്ടനും കൂടിയിട്ട് കാലത്ത് ഇങ്ങോട്ട് പോരും. രാത്രി 7-7:30 ആകുമ്പോഴാണ് അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുക. അപ്പോൾ അതിനൊന്നും നേരം കിട്ടണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നോട് ക്ഷമിക്കണം കേട്ടോ. എനിക്കിന്ന് സമയമുള്ളപ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ചാനലിലൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്കിതൊരു വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും ഒക്കെ ഇഷ്ടമുള്ള കാരണമാണ് ഞാനിതൊക്കെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യണത്, സമയമില്ലാത്ത നേരത്തും ഇതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടറിഞ്ഞിട്ട് അതൊക്കെ സഹകരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെന്താണ്, ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് തീർന്നൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളതിൽ അവരോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ, നമ്മൾ ബഡ് പ്ലാവൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നല്ലോ, വാണിയംകുളത്തെ സ്ഥലം അത് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് വാങ്ങണത്. അതിൻ്റെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡേറ്റിനാണ് നമ്മളിത് തീറൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അത് അഡ്വാൻസ് ഒക്കെ കിട്ടിയതുകൊണ്ട് ഇതൊക്കെ അഡ്വാൻസ് കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെയാണ് ഇത് വാങ്ങണത്. ഞങ്ങൾ വാണിയംകുളത്ത് വാങ്ങണേട്ടും മുമ്പ് ഇതേപോലെ പറമ്പ് തന്നെയാണ് അന്വേഷിച്ചത്. പക്ഷെ ആ സമയത്ത് നമുക്ക് വിചാരിച്ച പോലെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഹൈവേയിൽ ഒരു സ്ഥലം വാങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്കിപ്പോൾ അത് കൊണ്ട് നടക്കാൻ പറ്റണില്ല. ഞാൻ അന്ന് തന്നെ പറഞ്ഞുല്ലോ, അത് കൂടുതൽ ദൂരം തോന്നി നമുക്കതിലെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ചും കൂടി മരുത്തായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോക്കാമെന്നുള്ള പ്ലാൻ അപ്പോഴേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എൻ്റെ ഇളയമ്മയുടെ മോള് നിന്നിരുന്നു നമ്മളവിടെ കച്ചവടം ചെയ്ത സ്ഥലത്ത്. അപ്പോൾ അവൾക്കും വീട് പണിയൊക്കെയാണ്. അപ്പോൾ അവൾക്കും വരാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയപ്പോൾ നമ്മളത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ സ്ഥലം ഒന്ന് കാണിച്ചു തരും ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോവുകയും ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഈ കമ്പിവേലി, ഇപ്പോൾ ഇവിടെ കമ്പിവേലിയൊക്കെ കാണാനില്ലേ, ഇതാ ഈ കമ്പിവേലിയൊക്കെ നമ്മൾ സ്ഥലം മേടിച്ചതിന് ശേഷമൊക്കെ ഇട്ടതാണ്. അപ്പോൾ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. സാധനങ്ങൾ നമുക്ക് വരുമാനം ഉണ്ടാക്കണം സാധനങ്ങളൊന്നുമില്ല. നമുക്കിനി ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഞങ്ങൾക്ക് നിത്യച്ചെലവിനും ജീവിക്കാനുള്ള വരുമാനമൊക്കെ ഇനി ഇതിൽ നിന്നാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇനി എനിക്ക് അധികം കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാൻ പറ്റുമോ എന്നറിയില്ല.
ഇപ്പോൾ ഇവിടെ JCB പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. JCB ഒന്ന് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഇതേപോലെ കുഴികളൊക്കെ എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗത്ത് ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിറക് കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടി ഉണ്ടാക്കലും ഒക്കെ ആയിരുന്നു. ഈ 1.5 മാസത്തിൽ അങ്ങനത്തെ കാര്യങ്ങളും കമ്പിവേലിയിടൽ പിന്നെന്താണ് അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. ഭയങ്കര തിരക്കിൽ തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര തിരക്ക് തന്നെയായിരിക്കും, നല്ല തിരക്കായിരിക്കും. പിന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. അപ്പം നമ്മൾ ബഡ് പ്ലാവ് വാണിയംകുളത്ത് നമ്മൾ വിയറ്റ്നാം സൂപ്പർ ഏർലി ചക്ക ഉണ്ടല്ലോ, പ്ലാവ്, ആ പ്ലാവും തൈയൊക്കെ വെച്ച് കൊടുക്കാനും പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നെ അറിയണവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മളിങ്ങനെ പുതിയൊരു ഇത് തുടങ്ങണത്. അപ്പോൾ ഇത് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഓടിട്ട പെരയല്ല കേട്ടോ, അത് അപ്പുറത്തെ വീട്ടുകാരുടെയാണ്. അവിടെ ഇങ്ങനെ അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് നമുക്ക് കുറച്ച് സ്ഥലം, അത് അവിടെ ഇത്തിരി വീതി കുറവാണ്. അപ്പോൾ അങ്ങനെ പൂവും തോറും നമ്മൾ അവിടെ പാടമുണ്ട്. ഇതിൽ പെട്ടത് തന്നെ നമുക്ക് പാടമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കിണറിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കിണറുണ്ട്, അതൊന്ന് വീതി കൂട്ടാനും അതിൽ ചേറൊക്കെ മണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇത് ഉപയോഗമില്ലാണ്ട് കിടന്ന പറമ്പൊക്കെ ആയിരുന്നു. അപ്പോൾ നോക്കാനില്ലാണ്ടൊക്കെ, അപ്പോൾ അത് മണ്ണെടുക്കാനും ഒക്കെ ഉണ്ട് കിണറിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അതിൽ കുറച്ച് പാറ കാണാണ്ട്, അപ്പോൾ അത് ഇനി വല്ല വെടി വെക്കുകയോ അല്ലെങ്കിൽ തോട്ട പൊട്ടിക്കുക അങ്ങനെയൊക്കെ വേണ്ടി വരും. അപ്പോൾ അത് ഇനി ചെയ്യണം. അതിന് ആളെ ശരിയായിട്ടില്ല. എന്നിട്ട് വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് തൈയിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ JCB ഇതിൽ വന്നപ്പോൾ പിന്നെ JCBയെ കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കുഴി എടുപ്പിക്കുകയാണ് ഉണ്ടായിരിക്കണത് കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ ഇത് കുറേ നാളായിട്ട് സുനിലേട്ടനുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ. സുനിലേട്ടന് 1 ഏക്കർ 2 ഏക്കറൊക്കെ സ്ഥലം വേണം. അതിലിങ്ങനെ ബഡ് പ്ലാവ്, മാവ്, പിന്നെ റംബൂട്ടാൻ അങ്ങനെയൊക്കെ ഓരോന്ന് ഇത് വെക്കണമെന്നും അങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ കുറേ അതിൽ പണിയും ചെയ്യേണ്ടി വരും കേട്ടോ. എന്നാലാണ് എല്ലാം പണിക്കാരെ വെച്ച് ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെ അറിയില്ല. സ്ഥലം കൂടുതലുള്ള കാരണം എത്രത്തോളം നമുക്ക് ചെയ്തെടുക്കാനും പറ്റുമെന്ന് അറിയില്ല. എന്തായാലും പണിക്കാരെയൊക്കെ കൂട്ടണം, അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് അപ്പുറത്ത് ഇവരുടെ തന്നെ ഒരു ബന്ധുവിൻ്റെ സ്ഥലം തന്നെയാണ് കുറച്ച് ഭാഗം. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ഭാഗമാണ് JCB ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അവിടെ കമ്പിവേലി ഇവിടെ നിന്നാൽ കാണില്ല. അപ്പോൾ ആ കമ്പിവേലി കിടക്കുന്നതിൻ്റെ ബാക്ക് ഭാഗം ഫോറസ്റ്റാണ് കേട്ടോ, വാഴാനി പരിധിയിൽ. ഇത് സ്ഥലം വരുന്നത് കട്ടിളപ്പൂവം എന്ന് പറയുന്ന സ്ഥലമാണ്. താണിക്കുടം, കുണ്ടൂക്കാട് അതൊക്കെ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. തൃശ്ശൂർ ജില്ലയിലാണ്. മണ്ണുത്തി അടുത്തായിട്ട് വരും ആ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ കട്ടിലപ്പൂവം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ സ്ഥലം മേടിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളെ ഇട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എടുത്തേക്കണത് കേട്ടോ. പിന്നെ നമ്മുടെ ഇതിപ്പോൾ ഇങ്ങനെ വരണത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് വരണത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം ഇതുപോലെ ഒന്നല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ JCBയും ഹിറ്റാച്ചിയൊക്കെ ഇതിൽ കുറച്ച് നേരമൊക്കെ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നല്ല ക്ലീനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഫസ്റ്റ് ഞങ്ങൾ വാങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ കുറേശ്ശെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ സ്ഥലത്തേക്ക് വഴി വരിക ഇത് ഉണ്ടല്ലോ,
നേരെ ഇവിടെ നിന്നാണ് വഴി വരിക കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തേക്ക് വഴി നമ്മൾ സെപ്പറേറ്റ് വേറെ മേടിച്ചതാണ്. ആ വീട്ടുകാരുണ്ടല്ലോ, അവിടെ ഒരു ടെറസ് വീട് കാണുന്നില്ലേ, അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. ഇത് വേറെ സെപ്പറേറ്റ് ഒരു വഴി മേടിച്ചതാണ്. ഇതിലാണ് ഇങ്ങനെ എൽ ഷേപ്പിൽ അവിടേക്ക് വഴിയാണ് വരിക. അതൊക്കെ ഇനി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വഴിയുടെ സ്ഥലമൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. തൽക്കാലം നമുക്ക് ഉപയോഗത്തിനൊക്കെ ഇപ്പോൾ അവിടെ ഒരു എൻട്രൻസ് ഇട്ടിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്തായിട്ട്. അപ്പോൾ അതിലങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വഴി മേടിക്കാൻ. എൽ ഷേപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ ഇതിലേക്കാണ് എൻട്രൻസ് വരിക വഴിയുടെ. അപ്പോൾ അങ്ങനെയാണ് മേടിക്കാൻ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ അത് മേടിച്ചു. വഴി ഇല്ലാണ്ട് നമുക്ക് പറ്റില്ലല്ലോ. തൽക്കാലത്തേക്ക് നമ്മുടെ ഇപ്പോഴത്തെ യൂസിനൊക്കെ അവിടെ നിന്ന് ഒരു എൻട്രൻസ് ഇട്ടുണ്ട്. ആ പോസ്റ്റുകൾ എടുക്കണില്ലേ, കമ്പിവേലിയുടെ പോസ്റ്റൊക്കെ എടുക്കണില്ലേ, അവിടെ നിന്ന് എൻട്രൻസ് ഇട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ. ഇനി അങ്ങനെ പോകുമ്പോഴാണ് പാടത്തേക്ക് ആ ഓട് പെരയുടെ സൈഡിലൊക്കെ കൂടി പോകുമ്പോഴാണ് പാടത്തേക്ക് പോവുക. അത് ഞാൻ ഇനി ഇടയിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ എൻട്രൻസ് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് ഒരു സ്ഥലമുണ്ട്. അത് നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. ഇപ്പം ഞാൻ തൽക്കാലം അതിനെപ്പറ്റി പറയണില്ല. ഇത് നമ്മൾ വേറൊരു ഉദ്ദേശമുണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു ഭാഗം എൽ ഷേപ്പ് പോലെ ഭാഗം ഉണ്ടല്ലോ, അതിന് വേറൊരു പ്ലാൻ ഉണ്ട് നമുക്ക്. അത് ഞാൻ നിങ്ങളായിട്ട് പിന്നീട് ഷെയർ ചെയ്യാം. നമുക്ക് പതുക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അതൊരു സസ്പെൻസാക്കി വെച്ചേക്കുന്നതാണ്. ഞാൻ എന്തായാലും പറയാം, ഇപ്പോൾ പറയണില്ല എന്നുള്ളൂ കേട്ടോ. ഇതിൽ കുറേ പാറയും ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ പാറയുണ്ട് ഓരോ ഭാഗത്തൊക്കെ. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, എല്ലാവർക്കും ഇഷ്ടമായോ? ഞങ്ങളുടെ പുതിയ സ്ഥലമൊക്കെ ഇഷ്ടമായോ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ. ഇതിൽ നല്ലോണം പോലെ ഒന്ന് ആയി വരാനായിട്ട് കുറച്ച് താമസവും പണിയും ഒക്കെ കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട്. എന്നാലും അതൊക്കെ നന്നാവാനും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലുള്ള മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് പതുക്കെ വരാം കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ വരാം. ഇതിലെന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇടയിലൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.